ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. കട്ടിങ്ങിൻ്റെ വീഡിയോ തൊട്ട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ആദ്യം തന്നെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ക്യാൻവാസിൽ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിഡ്ത്തിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാൻ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ സൈഡിലൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കി വന്നിട്ടുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡ് മൊത്തമായിട്ട് ചുറ്റിലും മടക്കി തയ്ച്ചു കൊടുക്കാം. മുകളിലത്തെ ഭാഗം തയ്ക്കുന്നില്ല, ബാക്കി വന്നിട്ടുള്ള 3 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അത് മടക്കി തയ്ച്ചതിന് ശേഷം ആദ്യം നല്ല ചുരിദാറിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ലൈനിങ് ക്ലോത്ത്, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്യാൻവാസും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ക്യാൻവാസിൻ്റെ ആ ഷേപ്പിൽ നെക്കൊന്ന് അടിച്ചെടുക്കാം. ക്യാൻവാസ് നമ്മൾ ഏത് രീതിയിലാണോ കട്ട് ചെയ്തെടുത്തത് ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു ഷേപ്പ് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിനെ ടച്ച് ചെയ്യാതെ ക്യാൻവാസിനെ അടുപ്പിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നെക്ക് അടിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ബാക്ക് പാർട്ടാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ബാക്ക് പാർട്ടും ഫ്രണ്ട് ചെയ്തതുപോലെ തന്നെ ആദ്യം നല്ല മെറ്റീരിയൽ വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ലൈനിങ് പാർട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ലൈനിങ് പാർട്ട് വെച്ച് നെക്ക് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിലല്ലാട്ടോ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ നല്ല ക്ലോത്തിലാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലായിട്ട് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് പ്രസ് സ്റ്റിച്ച് മറിച്ചിട്ടതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഫ്രണ്ട് നെക്ക് ചെയ്ത അതേപോലെ തന്നെയാണ് ബാക്ക് നെക്കും ചെയ്തെടുക്കുന്നത്. ഞാനിതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള പീസ് കട്ട് ചെയ്തതിന് ശേഷം മറിച്ചിട്ടൊന്ന് പ്രസ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചുരിദാറിൻ്റെ ഷോൾഡറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ബാക്ക് പാർട്ടും കൂടി വെച്ച് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ട് അടിച്ചു കൊടുക്കുക. നല്ല വശവും ഒരുമിച്ച് വേണം വെക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ ചുരിദാറിൻ്റെ നല്ല വശവും ഒരുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് ലൈനിങ്ങും കൂടി വെച്ച് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഷോൾഡർ അടിക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്കൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. 2 നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും രണ്ടും ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല
ലൈനിങ്ങും മെറ്റീരിയലും കൂടി ഒരുമിച്ച് വെച്ച് മൊത്തമായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആം ഹോളും സൈഡും രണ്ട് ഭാഗത്തും മുഴുവനായിട്ടൊന്ന് താഴ്വരെ അടിച്ചു കൊടുക്കാം. താഴ്വരെ അടിച്ചെടുത്തതിന് ശേഷം കൂടുതൽ വന്നിട്ടുള്ള ലൈനിങ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം. ലൈനിങ് നമ്മൾ കട്ടാക്കുന്ന സമയത്ത് കൂടുതൽ എടുത്തിട്ടുണ്ടായിന്. അപ്പം അത് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ട് നോക്കാം. ഇനി അടുത്തതായിട്ട് സ്ലീവാണ് സ്റ്റിച്ചാക്കാനായിട്ട് പോകുന്നത്. സ്ലീവ് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി സ്ലീവ് റൗണ്ട് 1 ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കാം. സ്ലീവ് റൗണ്ട് മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചുരിദാർ സൈഡ് അടിച്ചെടുക്കലാണ്. അപ്പം സ്ലീവ് റൗണ്ട് മുതൽ സ്ലിറ്റ് വരെയുള്ള ഭാഗം സ്റ്റിച്ചാക്കി എടുക്കാം. നമ്മൾ അളവിനെടുത്തിട്ടുള്ള ചുരിദാറിൻ്റെ അളവ് നോക്കിയിട്ട് ആ ഒരു അളവ് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവ് റൗണ്ട്, ആം ഹോള്, ഷേപ്പ്, ചെസ്റ്റ് റൗണ്ട്, പിന്നെ സ്ലിറ്റ്, ഇത്രയും ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതൊന്ന് വരച്ചിട്ട് അതിലൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തിയതിന് കറക്റ്റായിട്ട് സ്ലിറ്റ് വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം സ്ലിറ്റാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സ്ലിറ്റ് 1 ഇഞ്ച് വെച്ച് മടക്കിയതിന് ശേഷം അടിച്ചു കൊടുക്കാം. ചുരിദാർ മറിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സ്ലിറ്റ് ഇതുപോലെ ഒരു ഇഞ്ച് വെച്ച് മടക്കി കൊടുക്കുക. അടിയിൽ ഫ്ലയറിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്തെ ഫ്ലയറിൻ്റെ ഭാഗം വരെ ഇതുപോലെ അടിച്ചു കൊടുക്കാം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവസാനമായിട്ട് ഫ്ലെയറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഫ്ലെയറും നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ്. 1 ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം അറ്റത്തു കൂടി അടിച്ചു കൊടുക്കുക. ബാക്കും ഫ്രണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഞാനിപ്പം 2 ഭാഗവും ഇതുപോലെ 1 ഇഞ്ച് വെച്ച് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ചുരിദാറിൻ്റെ വീഡിയോ. ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. തുടക്കക്കാർക്ക് പോലും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് കട്ടിങ്ങിൻ്റെ വീഡിയോ വേറെ തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ഇനിയും പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.